2 ശമൂവേൽ അധ്യായം 15. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശാലോം അതികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ചു, നീ ഏത് പട്ടണക്കാരൻ എന്ന് ചോദിക്കും. അടിയൻ ഇസ്രായേലിൽ ഇന്ന ഗോത്രക്കാരൻ എന്ന് അവൻ പറയുമ്പോൾ അബ്ശാലോം അവനോട്, നിന്റെ കാര്യം ന്യായവും നേരവും ഉള്ളത്, എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. വഴക്കും വ്യവഹാരവും ഉള്ളവരൊക്കെ ഈമിന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ രാജ്യത്തെ ന്യായാധിപനാക്കിയെങ്കിൽ കൊള്ളായിരുന്നു എന്നും അബ്ശാലോം പറയും. ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ നടത്തി എന്നാൽ അവൻ കൈ നീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. രാജാവിന്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശാലോം ഇവണ്ണം തന്നെ ചെയ്തു. അങ്ങനെ അബ്ശാലോം ഇസ്രായേലിയരുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. 4 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്ശാലോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്ക് നേർന്ന ഒരു നേർച്ച ഹെബ്രോനിൽ ചെന്ന് കഴിപ്പാൻ അനുവാദം തരണമേ. യഹോവ എന്നെ യെരൂശലേമിലേക്ക് മടക്കി വരുത്തിയാൽ യഹോവയ്ക്ക് ഒരു ആരാധന കഴിക്കുമെന്ന് അടിയൻ അരാമിലേക്ക് ഗശൂരിൽ പാർത്ത കാലം ഒരു നേർച്ച നേർന്നിരുന്നു. രാജാവ് അവനോട് സമാധാനത്തോടെ പോകാമെന്ന് പറഞ്ഞു. അവൻ എന്നിട്ട് ഹെബ്രോനിലേക്ക് പോയി. എന്നാൽ അബ്ശാലോം ഇസ്രായേൽ ഗോത്രങ്ങളെ എല്ലായിടവും ചാരന്മാരെ അയച്ചു. നിങ്ങൾ കാഹളനാദം കേൾക്കുമ്പോൾ അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറവേ എന്ന് പറയിച്ചിരുന്നു. അബ്ശാലോമിനോട് കൂടെ യെരൂശലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായി 200 പേർ പോയിരുന്നു. അവർ ഒന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത്. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീതോഫൽ എന്ന ഗീലോന്യനെയും അവന്റെ പട്ടണമായ ഗീലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. ഇങ്ങനെ ജനം നിത്യം അബ്ശാലോമിന്റെ അടുക്കൽ വന്നുകൂടുക കൂട്ടുകെട്ടിന് ബലമേറി വന്നു. അനന്തരം ഒരു ദൂതൻ ദാവീദിന്റെ അടുക്കൽ വന്ന് ഇസ്രായേലിന്റെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചു പോയി എന്നറിയിച്ചു. അപ്പോൾ ദാവീദ് യെരൂശലേമിൽ തന്നോടുകൂടിയുള്ള സകല ഭൃത്യന്മാരോട്, നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മൾ ആരും അബ്ശാലോമിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകുകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വാഴ്ത്തിലേറെ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കാൻ ക്ഷണത്തെ പുറപ്പെടുവേൻ എന്ന് പറഞ്ഞു. രാജഭൃത്യന്മാർ രാജാവിനോട്, യജമാനായ രാജാവിന്റെ ഹിതമൊക്കെയും അടിയങ്ങൾക്ക് സമ്മതം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് പുറപ്പെട്ടു. അവന്റെ ഗ്രഹമൊക്കെയും അവനെ പിൻചെന്നു. എന്നാൽ രാജധാനി സൂക്ഷിപ്പാൻ രാജാവ് 10 വെപ്പാട്ടികളെ താമസിപ്പിച്ചിരുന്നു. ഇങ്ങനെ രാജാവ് പുറപ്പെട്ട് ജനമൊക്കെയും പിന്നാലെ ചെന്നു. അവർ ബേത്ത് മെർഹാക്കിൽ നിന്നു. അവന്റെ സകല ഭൃത്യന്മാരും അവന്റെ അരികത്ത് കൂടി കടന്നുപോയി. എല്ലാ ക്രേത്യരും എല്ലാ പ്ലേത്യരും അവനോടുകൂടെ ഗത്തിൽ നിന്ന് പോന്നിരുന്ന 600 പേരായ എല്ലാ ഗിത്യരും രാജാവിന്റെ മുമ്പാകെ കടന്നുപോയി. രാജാവ് ഗത്തിനായ ഇത്തായിയോട് പറഞ്ഞത് എന്തെന്നാൽ, നീ ഞങ്ങളോടുകൂടെ വരുന്നത് എന്തിനാ? നീ മടങ്ങിച്ചെന്ന് രാജാവിനോടുകൂടെ പാർക്കുക. നീ പരദേശിയും സ്വദേശഭ്രഷ്ടനുമല്ലോ. നിന്റെ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊള്ളുക. നീ ഇന്നലെ വന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ നിന്നെ ഞങ്ങളോടുകൂടെ അലഞ്ഞു നടക്കുമാറാക്കുമോ? ഞാൻ തരം കാണുന്നിടത്തേക്ക് പോകുന്നു. നീ നിന്റെ സഹോദരന്മാരെ കൂട്ടി മടങ്ങിപ്പോക. ദയയും വിശ്വസ്തയും നിന്നോടുകൂടെ ഇരിക്കട്ടെ. അതിന് ഇത്തായി രാജാവിനോട്, യഹോവയാണ് യജമാനായ രാജാവാണ്. യജമാനായ രാജാവ് എവിടെ ഇരിക്കുന്നുവോ അവിടെ തന്നെയും മരണമോ ജീവനോ എന്ത് വന്നാലും അടിയനും ഇരിക്കുമെന്ന് പറഞ്ഞു. രാജാവ് ഇത്തായിയോട്, നീ കൂടെ പോരുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗിത്യനായ ഇത്തായിയും അവന്റെ ആളുകളും അവനോട് കൂടെയുള്ള കുഞ്ഞുകുട്ടികളും എല്ലാം കടന്നുപോയി. ദേശത്തൊക്കെയും വലിയ കരച്ചിലായി. ജനമെല്ലാം കടന്നുപോയി. രാജാവും കിദ്രോന്തോട് കടന്നു. ജനമൊക്കെയും മരുഭൂമിയിലേക്കുള്ള വഴിക്ക് പോയി. സാദോക്കും അവനോടുകൂടെ ദൈവത്തിന്റെ നിയമപ്പെട്ടവും ചുമന്നുകൊണ്ട് എല്ലാ ലേവ്യരും വന്നു. അവർ ദൈവത്തിന്റെ പെട്ടകം താഴെ വെച്ചു. ജനമൊക്കെയും പട്ടണത്തിൽ നിന്ന് കടന്നു തീരും വരെ അബിയാഥാർ മല കയറി ചെന്നു. രാജാവ് സാദോക്കിനോട്, നീ ദൈവത്തിന്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോകുക. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. ഇതും തിരുനിവാസവും കാണുവാൻ എനിക്ക് ഇടയാകും. അല്ല, എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്ന് അവൻ കൽപ്പിക്കുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. അവൻ തനിക്ക് ഹിതമാവും വണ്ണം എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. രാജാവ് പിന്നെയും പുരോഹിതനായ സാദോക്കിനോട്, ദർശക, നീ സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകുക. നിങ്ങളുടെ 2 പുത്രന്മാർ, നിന്റെ മകൻ അഹീമാസും അബിയാഥാറിന്റെ മകൻ യോനാഥാനും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് സൂക്ഷ്മ വർത്തമാനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലേക്കുള്ള കടവിങ്കിൽ താമസിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ സാദോക്കും അബിയാഥാരും ദൈവത്തിന്റെ പെട്ടകം യെരൂശലേമിലേക്ക് തിരികെ കൊണ്ടുപോയി അവിടെ താമസിച്ചു. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. അബ്ശലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ, യഹോവയെ അഹീതോഫലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് മലമൂലി ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്തെത്തിയപ്പോൾ അർഖ്യനായ ഹൂശായി അങ്കി കീറിയും തലയിൽ മണ്ണും വാരിയിട്ടും കൊണ്ട് അവനെതിരെ വരുന്ന കണ്ടു. അവനോട് ദാവീദ് പറഞ്ഞത്, നീ എന്നോട് കൂടെ പോന്നാൽ എനിക്ക് ഭാരമായിരിക്കും. എന്നാൽ നീ പട്ടണത്തിലേക്ക് മടങ്ങി ചെന്ന് അബ്ശാലോമിനോട്, രാജാവേ, ഞാൻ നിന്റെ ദാസനായിരുന്നു കൊള്ളാം. ഞാൻ ഇതുവരെ നിന്റെ അപ്പന്റെ ദാസനായിരുന്ന പോലെ ഇപ്പോൾ നിന്റെ ദാസനായിരിക്കാമെന്ന് പറഞ്ഞാൽ നിനക്ക് അഹീതോഫലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ കഴിയും. അവിടെ നിന്നോടുകൂടെ പുരോഹിതന്മാരായ സാദോക്കും അബിയാഥാരും ഉണ്ട്. അതുകൊണ്ട് രാജധാനിയിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനമൊക്കെ നീ പുരോഹിതന്മാരായ സാദോക്കിനെയും അബിയാഥാരിനെയും അറിയിക്കണം. അവിടെ അവരോടുകൂടെ അവരുടെ 2 പുത്രന്മാർ, സാദോക്കിന്റെ മകൻ അഹീമാസും അബിയാഥാറിന്റെ മകൻ യോനാഥാനും ഉണ്ട്. നിങ്ങൾ കേൾക്കുന്ന വർത്തമാനമൊക്കെയും അവർ മുഖാന്തരം എന്നെ അറിയിപ്പിൻ. അങ്ങനെ ദാവീദിന്റെ സ്നേഹിതനായ ഹൂശായി പട്ടണത്തിൽ ചെന്നു. അബ്ശാലോമും യെരൂശലേമിലെത്തി.